പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാവുന്ന സത്യേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നും നീക്കി ചൊരിയപ്പെടുമാറാകട്ടെ. ആമേൻ. കർത്താവിൽ അനുഗ്രഹീതരെ, വചനത്തിൻ്റെ പഠനത്തിലേക്കും ധ്യാനത്തിലേക്കും നമുക്ക് വീണ്ടും കർത്തൃസന്നിധിയിലായിരിക്കാം. അതിമനോഹരമായൊരു പ്രാർത്ഥന നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ പൗലോസ്ലീഹായുടെ പ്രാർത്ഥനകളിൽ ഒരുപക്ഷെ വേദപുസ്തകത്തിലെ ഏറ്റവും മർമ്മപ്രധാനമായ എന്ന് പറഞ്ഞാൽ ദൈവിക രഹസ്യങ്ങളുടെ കലവറകൾ ശേഖരിച്ചു വച്ചിരിക്കുന്ന ഒരു പ്രാർത്ഥനയായിട്ട് കരുതുവാൻ സാധിക്കും. ഒരു പ്രാർത്ഥനയുടെ ആഴം എത്രമാത്രമാണെന്ന് നമ്മളെ വിളിച്ചറിയിക്കുന്ന ഒരു പ്രാർത്ഥനയാണിത്. നമ്മൾ ഇത്തരം പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളുടെ ഒരു നിലവാരം ഇതുപോലൊക്കെ ആയിത്തീരുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് ആത്മീക രഹസ്യങ്ങളുടെ വ്യാഖ്യാനങ്ങളും അതുപോലെ തന്നെ ദൈവിക പരിജ്ഞാനങ്ങളുടെ അതിശ്രേഷ്ഠതയും ഒരു പ്രാർത്ഥനയിൽ പൗലോസ്ലീഹ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നമ്മളും പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനാ സമയത്ത് തന്നെ ദൈവിക രഹസ്യങ്ങൾ തെളിഞ്ഞു വരുവാനായിട്ട് ഇത്തരം പ്രാർത്ഥനകൾ നമ്മളെ സഹായിക്കും. ഈ പ്രാർത്ഥന നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പിതാവാം ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് പൗലോസ്ലീഹ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: അതിനിമിത്തം ഞാൻ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതുമായ സകല കുടുംബങ്ങൾക്കും പേർ വരുവാൻ കാരണമായ പിതാവാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ മുട്ടുകുത്തുന്നു. അവൻ തൻ്റെ ധനത്തിൻ്റെ മഹത്വത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും. ഇത്രയും വരെയാണ് നമ്മൾ പഠിച്ചത്. വളരെ വിശദമായി പിതാക്കന്മാരുടെ പ്രാർത്ഥനകളും അവരുടെ വ്യാഖ്യാനങ്ങളും അവരുടെ ചിന്തകളും നമുക്ക് പരിശുദ്ധാത്മാവ് വെളിവാക്കി തരുന്ന ആത്മീക ഉപദേശങ്ങളും പരിജ്ഞാനങ്ങളും ചേർത്ത് വെച്ച് ഇതിൻ്റെ രഹസ്യങ്ങൾ, നിഗൂഢ നിക്ഷേപങ്ങൾ നമ്മൾ ഇത്രയും വരെ പഠിച്ചു. അകത്തെ മനുഷ്യനെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ പഠിക്കുമ്പോൾ ഈ അകത്തെ മനുഷ്യനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് നമുക്കറിയാവുന്ന ഒരു കാര്യം, അതായത് പൗരസ്ത്യ ദർശനങ്ങളിലെ വേദപുസ്തകത്തിലെ ആഴങ്ങളെ ആരായുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ദൈവം നൽകിയിരിക്കുന്ന ഒരു വലിയ പരിജ്ഞാനത്തിൻ്റെ നിറവിൽ നമ്മൾ അകത്തെ മനുഷ്യനെ പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. എനിക്ക് മനസ്സിലായത്തോളം നമ്മൾ പഠിച്ചിരിക്കുന്നത് അകത്തെ മനുഷ്യന് പുറത്തെ മനുഷ്യനെ പോലെ 5 ഇന്ദ്രിയങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അവ തമ്മിൽ കണക്റ്റഡാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിന് 5 ഇന്ദ്രിയങ്ങളുള്ളതുപോലെ നമ്മുടെ അകത്തെ മനുഷ്യന് 5 ഇന്ദ്രിയങ്ങളുണ്ട്. അതകക്കണ്ണ്, അകത്തെ മൂക്ക്, അകത്തെ നാക്ക്, അകത്തെ ചെവി, അകത്തെ ത്വക്ക് എന്നിങ്ങനെ അകത്തുള്ള ഈ മനുഷ്യനും സെൻസേഷൻസ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ സെൻസേഷൻ നമുക്ക് അനുഭവപ്പെടുന്നത്, ശക്തിയായി നമ്മളിൽ പ്രബലപ്പെടുന്നത് ഈ അകത്തെ മനുഷ്യനിലാണ്. അതുകൊണ്ട് പൗലോസ്ലീഹ പറയുവാണ്, നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് എന്ത് ചെയ്യണം? ശക്തിയോടെ ബലപ്പെടണം. കർത്താവിനെ കാണുന്നത്, കർത്താവിനെ രുചിക്കുന്നത്, കർത്താവിനെ മണക്കുന്നത്, കർത്താവിനെ തൊടുന്നത്, കേൾക്കുന്നത്, ഇവയെല്ലാം അകത്തെ ആത്മാവിനെ ശക്തിയോടെ നമ്മൾ ബലപ്പെടുത്തുമ്പോഴാണ്. ഇതിൻ്റെ വിശദമായ പഠനങ്ങൾ പല പ്രബോധനങ്ങളിലായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ഇന്ന്
അതിനകത്തുള്ള മറ്റൊരു രഹസ്യമർമ്മം കൂടെ നമ്മൾ പഠിക്കുവാൻ പരിശുദ്ധാത്മാവിൽ ശ്രമിക്കുകയാണ്. ശരീരത്തിനും ആത്മാവിനും, അതായത് പുറത്തെ മനുഷ്യനും അകത്തെ മനുഷ്യനും സെൻസേഷൻസ് അതിൻ്റേതായ പുറ ഇന്ദ്രിയങ്ങളിൽ ഉള്ളതുപോലെ അകത്തെ മനുഷ്യന് ഒരു പ്രത്യേക സ്വഭാവ വൈശിഷ്ട്യമുണ്ട്. ആ സ്വഭാവ വൈശിഷ്ട്യം ഉണ്ടാകുന്നത് 3 കാര്യങ്ങളിൽ നിന്നാണ്. അതും കൂടെ മനസ്സിലാക്കിയാലേ ഈ അകത്തെ മനുഷ്യൻ്റെ പ്രാധാന്യം മനസ്സിലാകുകയും നമ്മുടെ ആരാധനകളിലും പ്രാർത്ഥനകളിലുമൊക്കെ ഈ അകത്തെ മനുഷ്യനാണ് ദൈവസന്നിധിയിലേക്ക് ഉയർത്തപ്പെട്ട് ആ ആരാധനയുടെ ശ്രേഷ്ഠതയും സ്വർഗീയ ആരാധനയാണെന്ന് നമുക്ക് ബോധ്യമാക്കി തരുന്നതും ഈ അകത്തെ മനുഷ്യനാണ്. പുറത്തെ മനുഷ്യൻ എപ്പോഴും ഈ ആരാധനയോടോ ദൈവിക കാര്യങ്ങളോടോ താല്പര്യം ഉണ്ടാകത്തില്ല. എന്നാൽ ഈ പുറത്തെ മനുഷ്യനെ അകത്തെ മനുഷ്യനോട്ട് ചേർത്ത് അടുപ്പിച്ച് നിർത്തി നമ്മൾ പുറത്തുള്ള ഈ ശരീരത്തെ, അതായത് പുറമേയുള്ള മനുഷ്യനെ അകത്തുള്ള ഈ ആത്മാവിൻ്റെ ആ ആഗ്രഹത്തിന് വലിച്ചടുപ്പിച്ച് ദൈവസന്നിധിയിലേക്ക് ഉയർത്തുവാൻ സാധിക്കും. അപ്പം അതിനായിട്ട് ഈ അകത്തെ മനുഷ്യൻ്റെ ഒരു 3 പ്രധാനപ്പെട്ട സവിശേഷതകൾ, അല്ലെങ്കിൽ അതിനെ ഫാക്കൽറ്റീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം, ഫാക്കൽറ്റിയാണത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളുടെ പ്രാർത്ഥന, നമ്മുടെ ആരാധന, കൗദാശിക ജീവിതം, അതോടൊപ്പം തന്നെ നമ്മുടെ ആധ്യാത്മിക ജീവിതം, ഇവയെല്ലാം ശക്തിപ്പെടും. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾ ശക്തിയോടെ ബലപ്പെടണം. ഇതുകൊണ്ടാണ് ഈ പ്രാർത്ഥന ഇത്രയും ശ്രേഷ്ഠമുള്ളതായിരിക്കുന്നത്. ഈ ഒരു കാര്യം അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തോട് വലിയ സ്നേഹം തോന്നും. കാരണം ഈ അകത്തെ മനുഷ്യനാണ് പിതൃപുത്ര പരിശുദ്ധാത്മ റൂഹായുമായിട്ട് ഒരു ഐക്യത്തിൽ നിൽക്കുന്ന ആൾ, അകത്തൊരാളാണ്. അതിനെപ്പറ്റി അല്പം വിശദമായിട്ട് ഒന്ന് പഠിക്കുവാൻ നമ്മൾ ശ്രമിക്കുകയാണ്. പുറത്തെ മനുഷ്യന് 5 ഇന്ദ്രിയങ്ങളുണ്ട്, അകത്തെ മനുഷ്യനും 5 ഇന്ദ്രിയങ്ങളുണ്ട്. അങ്ങനെ വാക്കുകൾക്കും അതിർത്തികൾക്കും അപ്പുറത്ത് നിൽക്കുന്ന ദൈവത്തെ സമീപസ്ഥമായി നമ്മുടെ അടുക്കിലേക്ക് എത്തിച്ച് നമ്മുടെ അകത്തെ മനുഷ്യനിൽ വസിക്കുന്ന ഒരനുഭവത്തിലേക്ക്, ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന അനുഭവത്തിൽ നമ്മളത് റിയലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അത് നമ്മുടെ ഉള്ളിൽ ബോധ്യമാകണമെന്നുണ്ടെങ്കിൽ ഈ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. പ്രസൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് അനുഭവിക്കുവാൻ അറിയണം. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ വീട്ടിൽ സാമ്പ്രാണി കത്തിച്ച് വെച്ചിരിക്കുന്നു എന്ന് വിചാരിക്കുക. വീട് മുഴുവൻ സുഗന്ധപൂരിതമാകും. അല്ലെങ്കിൽ കുന്തിരിക്കം കത്തിച്ച് വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ എയർ ഫ്രഷ്നർ അടിച്ചു വെച്ചിരിക്കുന്നു. എപ്പോഴും നല്ല സുഗന്ധമാണ്, ആര് കയറിയാലും സുഗന്ധമാണ്. പക്ഷേ നമ്മുടെ മൂക്കടഞ്ഞിരുന്നാലോ? മൂക്കടഞ്ഞ് ഇരിക്കുന്ന അവസ്ഥയിൽ എത്ര സുഗന്ധം നമ്മൾ ഇരിക്കുന്ന ആ പ്രദേശത്ത് ഉണ്ടായിട്ടും കാര്യമില്ല, നമുക്കത് അനുഭവിക്കാൻ പറ്റില്ല. എന്ന് പറയുന്ന പോലെ കർത്തൃ സാന്നിധ്യം ഉണ്ട്, ഈ ഭവനത്തിലുണ്ട് എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ അറിയണ്ടേ, നമ്മുടെ ബോധത്തിലേക്ക് ഈ സംഗതി വരണ്ടേ. ഈ ബോധം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ഒരു മനസാക്ഷിയുണ്ട്, നമ്മൾ അതിലേക്ക് വരാം. ആ ആത്മാവിലാണ് ഈ ബോധം ശക്തമായി വ്യാപരിച്ച് നമ്മുടെ ദേഹിയിലേക്ക് വരുന്നത്. അതിനെപ്പറ്റി മനസ്സിലാക്കി തരാം. അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒന്നും മനസ്സിലാകത്തില്ലായിരിക്കും, ഇത് നമ്മളൊന്ന് വിചാരിച്ചാൽ മനസ്സിലാവും. കർത്തൃ സാന്നിധ്യം നമുക്ക് അനുഭവിക്കണം. അനുഭവിക്കാതെ ഇത് കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു, ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ വേദപുസ്തകം വായിച്ചു, എവിടെ സാന്നിധ്യം? കർത്താവിൻ്റെ സന്നിധാനം, ആ സന്നിധാനം എന്നുള്ള വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക്
അപ്പോസ്തലനായ പൗലോസ് തെസലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിൻ്റെ സന്നിധാനവും അവൻ്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവധി പ്രാപിക്കും. അനുസരിക്കാത്തവർ. അനുസരിക്കുന്നവർക്കോ കർത്താവിൻ്റെ സന്നിധാനവും അവൻ്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും ചേർന്ന് നിത്യജീവൻ പ്രാപിക്കും. നേരെ റിവേഴ്സ് വായിച്ചാൽ അങ്ങനെയാണ് ഇരിക്കുന്നത്. ഒന്നും കൂടെ വായിച്ച് കേൾപ്പിക്കാം. പൗലോസ് ശ്ലീഹ തെസലോനിക്കർക്ക് എഴുതിയ ലേഖനം 2 തെസലോനിക്കർ 1-ാം അധ്യായം 10-ാം വാക്യമാണ്. സുവിശേഷം അനുസരിക്കാത്തവർ, അവരെ പറ്റിയാണ് പറയുന്നത്. എന്താണ്? കർത്താവിൻ്റെ സന്നിധാനവും അവൻ്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി പ്രാപിക്കും. അത് നേരെ റിവേഴ്സ് ചെയ്തൊന്ന് വായിച്ച് നോക്കിയേ. സുവിശേഷം അനുസരിക്കുന്നവർ കർത്താവിൻ്റെ സന്നിധാനവും അവൻ്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും ചേർന്ന് നിത്യജീവൻ എന്ന ന്യായവിധി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നിത്യജീവനും ഒരു ന്യായവിധിയാണ്. ന്യായവിധിയെപ്പറ്റി നമ്മൾ നിശ്ചയമായിട്ട് പഠിച്ചിട്ട് കഴിഞ്ഞതാണ്. നിത്യജീവൻ എന്ന വിധി തീർപ്പ് അനുഭവിക്കും. അപ്പോൾ ആത്മാവിൻ്റെ ഈ ഫോക്കൽറ്റിയെപ്പറ്റി നമ്മൾ തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ ബോധം നമ്മളിലേക്ക് വരികയില്ല. ആ സന്നിധാന ബോധം, സാന്നിധ്യബോധം നമുക്ക് അനുഭവിക്കണം. ഈ കർത്തൃ സാന്നിധ്യവും ദൈവിക സാന്നിധ്യവും ഒക്കെ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ പലരും വിചാരിച്ചിരിക്കുന്നത് നമുക്കെന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച്, അനേകരെ പ്രാർത്ഥിച്ച് അസുഖം മാറി കർത്താവ് നമ്മോട് കൂടെയുണ്ടെന്ന് നമ്മൾ വിശ്വസിച്ചു. അല്ലെങ്കിൽ ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അപകടകരമായ ഒരു സാധ്യതയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നു. പെട്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു കർത്തൃ സാന്നിധ്യം എന്നോട് കൂടെ ഉണ്ടായിരുന്നു, കർത്താവ് കൂടെ ഉണ്ടായിരുന്നു, കർത്താവ് രക്ഷിച്ചു എന്നൊക്കെ പറയും. നിസ്സാര കാര്യങ്ങൾക്കും വലിയ കാര്യങ്ങൾക്കും എല്ലാം അത് പറയും. അത് ശരിയാണ്. പക്ഷെ അല്ലാത്തപ്പോഴെന്താ ഈ ബോധ്യമില്ലാതെ? അല്ലാത്തപ്പോൾ നമുക്ക് ബോധ്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ പൊട്ടച്ചൊല്ല്, ചീത്തത്തരം, കളിവാക്ക്, അസൂയ, ദ്വന്ദ്വത, ഇതുപോലെയുള്ള ജഡീകപരമായ പാപത്തിലേക്ക് വഴുതി വീഴുന്നത്. സാന്നിധ്യബോധമില്ല. പെട്ടെന്ന് നമുക്കൊരു അപകടമോ അല്ലെങ്കിൽ രോഗമോ വരുന്നു കഴിയുമ്പോൾ നമ്മൾ ആകുലരാകുകയും നമ്മൾ പ്രാർത്ഥിക്കുകയും അനേകം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് ആ രോഗം മാറുകയോ അപകടം നീങ്ങിപ്പോകുകയോ അല്ലെങ്കിൽ ഉണ്ടാകാമായിരുന്ന ഒരു വലിയ വിപത്തിൽ നമ്മൾ രക്ഷപ്പെടുകയോ ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് പറയും ദൈവം എന്നെ കാത്തു രക്ഷിച്ചു. ശരിയാണ്, സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ്. അത് തെറ്റൊന്നുമില്ല. പക്ഷേ എപ്പോഴും എന്താണ് 24/7 കണക്ട് ചെയ്യപ്പെട്ട് നിൽക്കാത്തത് എന്താണ്? അങ്ങനെ കണക്ട് ചെയ്യപ്പെട്ട് നിൽക്കുമ്പോഴേ അപ്ഡേഷൻ ഉണ്ടാകത്തുള്ളൂ. അപ്ഡേഷൻ. നമുക്ക് മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുന്നവരാണല്ലോ. മൊബൈൽ ഫോണിൽ ഇൻ്റർനെറ്റ് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഫോൺ പറയും അപ്ഡേറ്റ് യുവർ ഫോൺ എന്ന് പറയും. നമ്മുടെ ഫോൺ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചില്ലെങ്കിൽ ഈ അപ്ഡേഷൻ സംഭവിക്കത്തില്ല. അതുപോലെ കർത്താവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. കണക്റ്റഡ് 24/7. അപ്പോൾ മാത്രമേ അപ്ഡേഷൻ സംഭവിക്കത്തുള്ളൂ. എന്താണ് ഈ അപ്ഡേഷൻ? അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ആത്മീയതയിൽ ക്രിസ്തു പരിജ്ഞാനത്തിൽ വളരുക എന്നുള്ളതാണ്. ആത്മീക അഭിവൃദ്ധി പ്രാപിക്കുക എന്നൊരു വചനം തന്നെയുണ്ട്. നിങ്ങൾ തമ്മിൽ പ്രബോധിപ്പിച്ച് ആത്മീക അഭിവൃദ്ധി പ്രാപിക്കണമെന്നാണ് പറയുന്നത്. നിങ്ങൾ തമ്മിൽ പ്രബോധിപ്പിച്ച് ആത്മീകമായ അഭിവൃദ്ധി പ്രാപിക്കണം എന്ന് പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആത്മീക അഭിവൃദ്ധി പ്രാപിക്കുവാനായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. എപ്പോഴും ദൈവസന്നിധിയിൽ അപ്ഡേറ്റഡ് ആയിട്ട് നിന്നെങ്കിൽ മാത്രമേ, അതിന് കണക്റ്റഡ് ആയിരിക്കണം. ഈ കർത്താവുമായിട്ടുള്ള കണക്ഷൻ കിട്ടിയെങ്കിൽ മാത്രമേ, അതായത് 24 മണിക്കൂർ നമ്മൾ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും നാം പകലിനുള്ളവരാകിയാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് നമ്മൾ ആത്മീക വർധനയ്ക്കായിട്ട് കാത്തിരിക്കുകയും അത് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടേയും ഇരിക്കുകയാണ്. നമുക്ക് തെസ്സലോനിക്കരുടെ ലേഖനം 5-ാം അധ്യായത്തിൽ തന്നെ
അക്കാര്യം പ്രതിപാദിക്കുന്നുണ്ട്. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൽ അക്കാര്യം കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. 5-ാം അധ്യായം 8-ാം വാക്യം, നാമോ പകലിനുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായ രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കണം. ഇതാണ് സുബോധമായിരിക്കുക എന്നുള്ളതാണ് അപ്ഡേറ്റഡ്. അല്ലെങ്കിൽ കർത്താവ് മറ്റൊരു ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ജാഗരൂകരായിരിക്കണം, ബി അലേർട്ട്. നിങ്ങൾ ഉറങ്ങി മടിയന്മാരായി പോകരുത് എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ അർത്ഥം രാത്രിയിൽ കിടന്ന് ഉറങ്ങരുതെന്നല്ല, ഉറങ്ങുമ്പോഴും നമ്മൾ ജാഗരൂകരാണ്. അല്ലെങ്കിൽ നമ്മളെ ജാഗരൂകരാക്കാൻ കർത്താവിൻ്റെ വിശുദ്ധന്മാരും മാലാഖമാരും കൂടെ എപ്പോഴും ഉണ്ട്. അവർ ചിലപ്പോൾ മെറ്റീരിയലിസ്റ്റിക് ഒബ്ജക്റ്റിലൂടെ തന്നെ നമുക്ക് അനുഭവപ്പെടും. അതായത് ഞാനത് ഒന്നുകൂടെ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ വാക്യം വായിച്ചിട്ട്. അതായത് സുബോധമായിരിക്കുക. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെ, രക്ഷയെ പ്രാപിപ്പാൻ അത്രയും നിയമിച്ചിരിക്കുന്നത്. ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നതുപോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർധന വരുത്തിയും പോരുവിൻ. ആത്മീക വർധന കണ്ടോ, ഇത് അപ്ഡേഷൻ നടക്കണം. ഈ അപ്ഡേഷൻ നടക്കുവാൻ വേണ്ടിയാണ് ക്രിസ്തു പരിജ്ഞാനത്തിൽ നിറയുന്നത്. അതിനായിട്ട് നമ്മൾ ഉറങ്ങിയിരിക്കുമ്പോൾ പോലും നമ്മളെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ദൈവ സാന്നിധ്യം കണക്റ്റഡ് ആയിരുന്നാൽ മാത്രമേ, മൂക്കടഞ്ഞിരുന്നാൽ പറ്റില്ല. മൂക്കടഞ്ഞിരുന്നാൽ ആ സുഗന്ധം അകത്ത് ബോധമാവില്ല, അതനുഭവിക്കാൻ പറ്റില്ല. അപ്ഡേറ്റഡ് ആയിരിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവുമായിട്ട് നിരന്തരം ബന്ധത്തിലായിരിക്കുക. അത് മെറ്റീരിയൽ ഒബ്ജക്ട്സിൽ കൂടി പോലും വിശുദ്ധന്മാരുടെ സാന്നിധ്യം നമ്മളിലേക്ക് വരും. ഈ ലോകത്തിലെ മെറ്റീരിയൽസിൽ കൂടി ദൈവപ്രാഭവം, ദൈവസാന്നിധ്യം നമുക്കറിയാൻ പറ്റും. നമ്മൾ ചിലപ്പോൾ അത് തിരിച്ചറിയുന്നത് പിന്നീടൊരു സമയത്തായിരിക്കാം. വിശുദ്ധന്മാരുടെ സാന്നിധ്യം, അതുപോലെ കർത്തൃ സാന്നിധ്യം എല്ലാം നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം അവിടെ കർത്താവ് ഇപ്രകാരം പറയുന്നുണ്ട്. പിതാവാം ദൈവം കർത്താവിനോട് പറയുകയാണ്, ഞാൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. ഞാൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും എന്ന് പിതാവാം ദൈവം കർത്താവിനോട് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? 12-ാം അധ്യായം 28-ാം വാക്യവും 29-ാം വാക്യമാണ്. പിതാവേ, നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് കർത്താവ് പറയുമ്പോൾ പിതാവ് സ്വർഗത്തിൽ നിന്ന് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും എന്നൊരു ശബ്ദമുണ്ടായി. 29-ാം വാക്യം ശ്രദ്ധിക്കണം. അത് കേട്ടിട്ട് അരികെ നിൽക്കുന്ന പുരുഷാരം ഇടിയുണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ ഇടി എന്ന് പറയുന്നത് പ്രകൃതിയിൽ സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ്. ആ പ്രതിഭാസത്തിൽ കൂടി കേട്ടതെന്താണ്? ദൈവശബ്ദമാണ്. പക്ഷേ പ്രതിഭാസമായിട്ടാണ് പുരുഷാരത്തിന് തോന്നിയത്. ശരിക്കും അത് ദൈവശബ്ദമായിരുന്നു. എന്ന് പറയുന്ന പോലെ വിവിധ മെറ്റീരിയൽ ഒബ്ജക്ട്സിലൂടെ വിശുദ്ധന്മാരുടെ സാന്നിധ്യവും മാലാഖമാരുടെ സാന്നിധ്യവും, എന്തിനേറെ പറയുന്നത് കർത്താവിൻ്റെ സാന്നിധ്യം വരെ ചിലപ്പോൾ മെറ്റീരിയൽ ഒബ്ജക്ട്സിലൂടെ നമുക്ക് ലഭിക്കും. അത് നമ്മളുടെ അകത്തെ മനുഷ്യനെ കൂടുതൽ ബലവത്താക്കുവാനും, എപ്പോഴും മെറ്റീരിയൽ ഒബ്ജക്ട്സിൽ കൂടിയല്ല, അകത്തെ മനുഷ്യനെ ഡയറക്റ്റായിട്ട് ഈ ശക്തി വ്യാപാരം എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിക്കൊത്തോണമെന്ന് തെസ്സലോനിക്കലിലൊരു വചനം വേറെ രീതിയിലുണ്ട്. തെസ്സലോനിക്കലിലല്ല, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 29-ാം വാക്യം, അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. ഈ ബലത്തോടെ എന്നിൽ വ്യാപരിക്കുന്ന വ്യാപാര ശക്തി പിന്നീട് നമ്മളെ ഈ ഖാബോധ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള തേജസ്സിൻ്റെ അനുഭവം, കർത്തൃ സാന്നിധ്യത്തിൻ്റെ ശ്രേഷ്ഠമായ അനുഭവം ഉള്ളിൽ ഡയറക്റ്റായിട്ട് തന്നെ കൊണ്ടുതരും. പെന്തിക്കോസ്തിയുടെ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് ഉള്ളിലേക്കാണ് തട്ടുന്നത്. ശരീരത്തിൽ നമ്മളിൽ
നിർമ്മല ജലം തളിക്കുമ്പോൾ അത് മെറ്റീരിയൽ ഒബ്ജക്റ്റാണ്. ആ മെറ്റീരിയൽ ഒബ്ജക്റ്റിൽ കൂടി അകത്ത് ബലത്തോടെ വ്യാപരിക്കുന്ന വ്യാപാര ശക്തി. അപ്പോൾ ഈ അകത്തെ ആത്മാവിനെ പറ്റി കൂടുതലായിട്ട് അല്പം കൂടി ഒന്ന് പഠിക്കാൻ പോവുകയാണ്. അവിടെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇരിക്കുന്നത്. അകത്തൊരു ആത്മാവുണ്ട്, പുറത്തൊരു ശരീരമുണ്ട്. ഈ ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും മധ്യത്തിലായി ദേഹി എന്ന ഹൃദയബോധ വിചാരമണ്ഡലങ്ങളുണ്ട്. അപ്പോൾ ശരീരത്തിന് ഈ 5 ഇന്ദ്രിയങ്ങൾ അതിൻ്റെ സവിശേഷതകളായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഫാക്കൽറ്റി ആയിട്ടോ ഉള്ളതുപോലെ ആത്മാവിനും അതേ ഫാക്കൽറ്റീസ് തന്നെ ഉണ്ട്. എന്നാൽ ആത്മാവിന് അതിൻ്റെ ഉള്ളിൽ മറ്റൊരു ഫാക്കൽറ്റി ഉണ്ട്. അത് കൂടുതൽ കൃത്യമായി മനസ്സിലാക്കുവാൻ വേണ്ടി ശരീരത്തിൻ്റെ സെൻട്രൽ പോർഷൻ എന്ന് പറയുന്നത് ആത്മാവാണ്. എന്നാൽ ദേഹി എന്ന് പറയുന്ന ഹൃദയബോധ വിചാര മണ്ഡലങ്ങളുമുണ്ട്. അപ്പോൾ ഈ ഹൃദയബോധ വിചാര മണ്ഡലങ്ങൾ എന്ന് പറയുന്ന ദേഹിക്കുള്ള ഫാക്കൽറ്റീസ് എന്തൊക്കെയാണ്? അത് നമ്മുടെ ദേഹിയുടെ ചിന്തകളാണ്. നമ്മൾ വേണമെങ്കിൽ മനസ്സെന്ന് പറയാം. മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഹിയുടെ പൂർണ്ണ രൂപമല്ല. പലപ്പോഴും ഞാനത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് എന്താണ് പിന്നെ പൂർണ്ണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ പൂർണ്ണതയിലേക്കുള്ള സാധ്യത അല്ലെങ്കിൽ അർത്ഥമെന്ന് നമുക്ക് ശരിക്കും വിശദീകരിച്ച് തരുവാൻ പ്രയാസമാണ്. കാരണം നമ്മുടെ ദേഹി എന്ന് പറയുന്നത് നമ്മുടെ പ്രാണനാണ്. ആ പ്രാണൻ ഹൃദയബോധ വിചാര മണ്ഡലങ്ങൾ സൃഷ്ടി മുഴുവനും കണക്റ്റഡാണ്. ദ എൻറ്റയർ ക്രിയേഷൻ ഈസ് കണക്റ്റഡ് വിത്ത് അവർ സോൾ. യുവർ സോൾ ഈസ് എൻറ്റയർലി കണക്റ്റഡ് വിത്ത് ദി യൂണിവേഴ്സൽ സോൾ. അതിനാണ് കളക്റ്റീവ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ഇത് ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ്. ഈ വാക്ക് ചിലപ്പോൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ആത്മാവിനും ഒരു കോൺഷ്യസ്നെസ് വരുന്നുണ്ട്. അവിടെയാണ് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഇത് മനസ്സിലാക്കേണ്ടത്. ഇത് വളരെ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഇനി മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല, അത് വിട്ടേക്കാം. ശ്രദ്ധിച്ച് മനസ്സിലാക്കുവാൻ താല്പര്യമുള്ളവർ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഞാനൊന്നും കൂടെ കൃത്യമായിട്ട് പറയാം. ശരീരത്തിൻ്റെ സെൻട്രൽ പോർഷൻ എന്ന് പറയുന്നത് ആത്മാവാണ്. മറ്റൊരു ഭാഷയിൽ, ആത്മീയമായ ഭാഷയിൽ ഹൃദയം എന്ന് വേണമെങ്കിൽ പറയാം. ഹൃദയം കഴിഞ്ഞ ഏതോ ഒരു സെഷനിൽ നമ്മൾ പഠിച്ചു. ഹൃദയം എന്ന് പറഞ്ഞാൽ ഈ അതിൻ്റെ കർത്താവിനുള്ള സ്നേഹത്തിൻ്റെ പൂർണ്ണത നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യൻ്റെ സെൻട്രൽ പോർഷനാണ്. അത് ആത്മാവ് തന്നെയാണ്, അല്ലാതെ മാംസമായൊരു ഹൃദയം. പെന്തിക്കോസ്തിയുടെ ധ്യാനത്തിൻ്റെ സമയത്താണ് ഞാൻ നിങ്ങളിൽ കല്ലായുള്ള ഹൃദയം മാറ്റി മാംസമായൊരു ഹൃദയം സ്ഥാപിക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ കഠിനതരമായ കർത്താവിനോട് വിട്ടകന്ന് നിൽക്കുന്ന കഠിനമായ ആ വ്യാപാരത്തിൽ നിന്നും സ്നേഹത്തിൻ്റെ ഒരു നിറവ് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ സെൻട്രൽ പോർഷനിൽ തരുമെന്നാണ്, ആത്മാവിൽ തരുമെന്നാണ്. കല്ലായുള്ള ഹൃദയം മാറ്റി മാംസമായുള്ള ഹൃദയം നിങ്ങളിൽ സൃഷ്ടിക്കും, ഞാൻ പുതിയൊരു ഹൃദയം നിങ്ങൾക്ക് തരും. അപ്പോൾ ശരീരത്തിൻ്റെ സെൻട്രൽ പോർഷനായിട്ട് കാണുവാൻ സാധിക്കാത്ത വിധം ഒരു ആത്മാവുണ്ട് എന്ന് പറയുന്ന പോലെ ആത്മാവിൽ തന്നെ ഒരു സെൻട്രൽ പോർഷനുണ്ട്. അതാരാണെന്ന് ചോദിച്ചാൽ അത് പരിശുദ്ധാത്മാവാണ്. അതായത് നമ്മുടെ ആത്മാവിൻ്റെ കോർ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. അതെവിടെ എങ്ങനെ സ്ഥാപിക്കപ്പെട്ടു? ദൈവം നമ്മളെ സൃഷ്ടിക്കുമ്പോൾ തന്നെ നമ്മളിൽ ആത്മാവുണ്ട്. പക്ഷേ ഇത് പരിശുദ്ധാത്മാവുമായിട്ട് വീണ്ടും ജനനത്താൽ കണക്റ്റ് ചെയ്യപ്പെട്ടു. പിന്നീട് നമ്മൾ അതിനെ പുതുതാക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഇത്രയും പറഞ്ഞു കൊടുത്തിട്ടും പലരും ചോദിക്കുന്ന ചോദ്യമാണ്, ഈ ആത്മാവ് ഓൾറെഡി വന്നു കഴിഞ്ഞതാണ്, പിന്നെ എന്തിനാണ് വീണ്ടും ആത്മാവ്? അതേ ആത്മാവ് തന്നെ പിന്നെയും എന്തിനാണ് എന്നൊക്കെ പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഗ്ലാസ് വെള്ളം, ആ വെള്ളത്തിന് ദാഹിച്ചു വരുന്ന ഒരാൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ആ വെള്ളം കൊണ്ട് എന്താണ് ഗുണം? ഇങ്ങനെ ചിന്തിക്കുക. ഒരാൾ ദാഹിച്ച് ക്ഷീണിച്ച് വേർത്ത് കുളിച്ച് അയാളുടെ അടുത്ത് നിൽക്കാൻ പറ്റത്തില്ല, അതുപോലെ അദ്ദേഹത്തെ നാറും എന്ന് വിചാരിക്കുക. ഒരു ചരുവം വെള്ളം ഇരിപ്പുണ്ട്, ശുദ്ധജലമാണ്. അയാൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? ദാഹിച്ച്, ഇപ്പോൾ വെള്ളം കുടിച്ചില്ലേ അയാൾ മരിക്കും, അതുപോലെ ദാഹം. പക്ഷെ ഒരു ചരുവം വെള്ളം അയാൾ കണ്ടു,
ക്ഷീണിച്ച് വേർത്ത് ഒന്ന് കട്ടിലേ കയറി കിടന്നാൽ മതി എന്നുള്ള രീതിയിലാണ് വരുന്നത്. പക്ഷേ ആ വെള്ളം കൊണ്ട് ആദ്യം അയാൾ ചെയ്യുന്നത് അയാളത് കുടിക്കുകയാണ് ചെയ്യുന്നത്. ദാഹം ആദ്യം ശമിപ്പിക്കും. ദാഹം മാത്രം ശമിപ്പിച്ചാൽ മതിയോ? ഇയാളെ നാറുകയാണ്. ഈ വെള്ളം കൊണ്ട് തന്നെ അയാൾക്ക് കുളിക്കാൻ പറ്റും. കുളി ഒരു ദിവസം നടത്തിയാൽ മതിയോ? എല്ലാ ദിവസവും കുളിക്കണം. ദാഹം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നതോടുകൂടി ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൂടെ ഇരുന്ന് അത്താഴം കഴിക്കാം. കർത്താവ് വന്നു, ശരിയാണ്. പക്ഷേ നമ്മൾ ദിനംപ്രതി ഇതിനെ നവീകരിച്ചുകൊണ്ടേയിരിക്കണം. തമ്മിൽ പ്രബോധിപ്പിച്ചും ആത്മീക വർധനയും വരുത്തിക്കൊള്ളുവീൻ എന്നുള്ളതാണ്. അത് എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്നവൻ്റെ വ്യാപാര ശക്തിയാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. തെസലോനിക്കരിൽ പറയുന്ന അന്യോന്യം പ്രബോധിപ്പിച്ചും 5:11 വാക്യത്തിലാണത്. തമ്മിൽ പ്രബോധിപ്പിച്ചും ആത്മീക വർധനയും വരുത്തിക്കൊള്ളുക. അതിനായിട്ട് ഈ ഉള്ളിലിരിക്കുന്ന ആത്മാവ്, അതിൻ്റെ ഈ ഫാക്കൽറ്റിയെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. ശരീരത്തിൻ്റെ സെൻട്രൽ പോർഷനിൽ ആത്മാവുള്ളതുപോലെ ആത്മാവിൻ്റെ സെൻട്രൽ പോർഷനിൽ പരിശുദ്ധാത്മാവുണ്ട്. ഇത് കോംപ്ലിക്കേറ്റഡ് ആണെന്നോ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ പഠിക്കണമെന്നോ എന്ന് ചിന്തിക്കുന്നവർക്ക് ഈ ഭാഗം ഉപേക്ഷിക്കുക, ഇത് വിട്ടേക്കുക. പക്ഷേ ഇത് മനസ്സിലാക്കിക്കൊള്ളുക, താല്പര്യമുള്ളവർ മാത്രം. ഈ ആത്മാവിൻ്റെ സെൻട്രൽ പോർഷനിലിരിക്കുന്ന പരിശുദ്ധാത്മാവ്, മാമോദിസായിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിനം പ്രതി അനുതാപത്താലും പ്രാർത്ഥനയാലും കണ്ണീരാലും നമ്മൾ നവീകരിക്കപ്പെടുന്നതിനെയാണ് പെന്തിക്കോസ്തി എന്ന് പറയുന്നത്. അത് ഓരോ ദിവസവും നമ്മൾ കാലത്തും വൈകിട്ടും, അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, ഞാൻ കാലത്തും വൈകിട്ടും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും എന്ന് പറഞ്ഞാൽ ദാവീദ് കംപ്ലയിൻറ്റ് പറയുമെന്നല്ല അർത്ഥം. പിന്നെയോ ദാവീദ് നവീകരിച്ചുകൊണ്ടേയിരുന്നു എന്നാണ് അർത്ഥം. ഞാൻ ദിവസവും കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും കർത്താവിൻ്റെ സന്നിധിയിൽ സങ്കടം ബോധിപ്പിച്ച് കരയുമെന്ന് പറഞ്ഞാൽ അനുതപിക്കും എന്നർത്ഥം. തെറ്റ് ചെയ്യുന്നവനായിരുന്നു ദാവീദ്. പക്ഷേ ദാവീദായിരുന്നു കർത്താവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹിതൻ. കാരണം എന്താണ്? അവന് എപ്പോഴും അനുതപിച്ചുകൊണ്ടിരിക്കും. ഇതാണ് നവീകരണം. അപ്പോൾ ആത്മാവിൻ്റെ സെൻട്രൽ പോർഷൻ ആയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ നവീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ 3 പ്രധാനപ്പെട്ട ഫാക്കൽറ്റിയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അത് ഒന്നെന്ന് പറയുന്നത് പരിജ്ഞാനമാണ്. ഈ പരിജ്ഞാനമാണ് നമ്മളെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്നത്. അത് ആര് തരുന്നതാണ്? പരിശുദ്ധാത്മാവ് തരുന്നതാണ്. ആരെക്കുറിച്ചുള്ള പരിജ്ഞാനമാണ്? ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനമാണ്. ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനം പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവോട് സംസാരിക്കും. ഞാനൊന്നും കൂടെ കൃത്യമായിട്ട് പറയാം, ഇത് സംഭവിക്കുന്ന കാര്യമാണ്. ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനം നമ്മുടെ ആത്മാവിനോട് പരിശുദ്ധാത്മാവ് സംസാരിക്കും. അതായത് പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനെ എപ്പോഴും ക്രിസ്തു പരിജ്ഞാനത്തിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കും. ഇതിനെയാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ആഴിയെ വിളിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? ആഴിയെ വിളിക്കുന്നു. ദൈവത്തിൻ്റെ ആഴം ഇപ്പോൾ ഈ എഫേസ്യ ലേഖനത്തിൻ്റെ ഈ പ്രാർത്ഥനയിൽ തന്നെ വരുന്നുണ്ട്. ഈ പ്രാർത്ഥനയുടെ ശ്രേഷ്ഠത വരുന്നതേ ഉള്ളൂ. ഇവിടെയാണ് അതിൻ്റെ മെയിൻ കണ്ടൻറ്റ്. അവിടെ പറയുന്നുണ്ട്, വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിക്കുവാനും. എങ്ങനെ ഗ്രഹിക്കും? ആദ്യം ആഴിയെ വിളിച്ചെങ്കിൽ മാത്രമേ ആഴത്തിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. പരിശുദ്ധാത്മാവ് നമ്മളെ ആഴത്തിലേക്ക് വിളിക്കണം. പരിശുദ്ധാത്മാവ് വിളിച്ചെങ്കിൽ മാത്രമേ ആ പ്രധാന ഭാഗത്തേക്ക് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. പട്ടംകുട ശുശ്രൂഷയിലും കുഞ്ഞുങ്ങളെയൊക്കെ മദ്ബായിൽ കയറ്റുമ്പോഴും പ്രാർത്ഥനകളെല്ലാം പൂർത്തീകരിച്ചിട്ട് മേൽപ്പട്ടക്കാരൻ ശുശ്രൂഷക്കാരൻ്റെയോ അല്ലെങ്കിൽ പട്ടമേൽക്കുന്ന ആളുടെയോ കൈക്ക് പിടിച്ചിട്ട് എന്താണ് പറയുന്നത്? മകനെ, പരിശുദ്ധാത്മാവ് നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ത്രോണോസിൻ്റെ അടുക്കിലേക്കാണ് കൊണ്ടുപോകുന്നത്. എന്നിട്ട് അവിടെ മുത്തിക്കും. ആദ്യം ആഴിയെ വിളിക്കുന്നു. പരിശുദ്ധാത്മാവ് വിളിക്കുമ്പോഴാണ് പരിജ്ഞാനം കൊണ്ട് നിറയുന്നത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ നമ്മളെ ആക്കി നിർത്തുവാൻ പരിശുദ്ധാത്മാവിൻ്റെ പരിജ്ഞാനം എന്ന ഒരു ഫാക്കൽറ്റി
അവിടെ കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് 24/7. പക്ഷേ ഇതുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. നമ്മൾ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്ത് വെച്ചില്ലെങ്കിൽ ഈ പരിജ്ഞാനം നമ്മുടെ ആത്മാവിലേക്ക് കയറില്ല. ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനം നമ്മുടെ ആത്മാവിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ 24/7 കർത്താവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. അതുകൊണ്ടാണ് അവൻ ഇരുപക്ഷത്തെ ഒന്നാക്കി കൽപ്പനകളും ചട്ടങ്ങളുമാവുന്ന ന്യായപ്രമാണം എന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിൻ്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞത്. അവൻ ഇരുപക്ഷത്തെയും ഒരേ പുതുമനുഷ്യനായി തന്നിൽ ഒന്നാക്കുവാനും ക്രൂശിന്മേൽ വെച്ച് ചൊരിഞ്ഞ ക്രിസ്തുവിൻ്റെ രക്തത്താൽ ഇരുപക്ഷത്തെയും ദൈവത്തോട് തന്നിൽ ഒന്നാക്കി തീർക്കുവാനും അത്രയെന്ന് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞ ഒരു കാര്യം. ഇത് സാധ്യമാകുന്നത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിൻ്റെ പരിജ്ഞാനം എന്ന പ്രോപ്പർട്ടിയിലേക്ക് നമ്മുടെ ആത്മാവിനെ ആകർഷിച്ച് നിർത്തുമ്പോഴാണ്. ഇനി രണ്ടാമത്തെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സവിശേഷത അല്ലെങ്കിൽ ഫാക്കൽറ്റിയാണ് സ്പിരിച്വൽ കോൺഷ്യസ്നെസ്. നിങ്ങളിതെല്ലാം കേട്ട് ബോധം പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ എല്ലാവരിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമ്മളത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. തിരിച്ചറിയുവാൻ ആഗ്രഹിക്കുന്നവർ മാത്രം ഇത് ഉൾക്കൊണ്ടാൽ മതി. ഇത് ഉൾക്കൊണ്ടില്ലെങ്കിലും ഈ കാര്യങ്ങളൊക്കെ അകത്ത് നടന്നോളും. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആനന്ദം വർദ്ധിക്കും. അതിനാണ് ഇത് അറിയിക്കുന്നതും ആത്മീയ വർധന പരസ്പരം പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നത്. പരസ്പരം പ്രബോധിപ്പിക്കുന്നത് അതിനാണ്. ഏറ്റവും നല്ല സുവിശേഷം ഇൻഡിവിജ്വൽ പ്രബോധനമാണ്. 10,000 പേരുടെ മുമ്പിൽ നിന്ന് വചനം പറയുന്നതിനേക്കാൾ നല്ലതാണ് ഒരാളെ രഹസ്യമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ തമ്മിൽ പ്രബോധിപ്പിച്ചാൽ ഭയങ്കര ശക്തിയാണ്. അപ്പോൾ രണ്ടാമത്തെ പരിശുദ്ധാത്മാവിൻ്റെ ഫാക്കൽറ്റിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ എസെൻഷ്യൽ നേച്ചറാണ് കോൺഷ്യസ്നെസ്. അപ്പോൾ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ, അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ ഈ വാക്ക് തെറ്റിദ്ധരിക്കരുത്. കോൺഷ്യസ് എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് നമുക്ക് ഈ മനസ്സുമായിട്ടാണ് നമ്മളതിനെ ചേർത്ത് വെച്ചിരിക്കുന്നത്. അത് ശരിയാണ്. മനസ്സിനൊരു കോൺഷ്യസ്നെസ് ഉണ്ട്. മനസ്സിന് ഒരു കോൺഷ്യസ്നെസ് ഉണ്ട്. മനസ്സാക്ഷി എന്ന് നമ്മൾ പറയും അല്ലേ? മനസ്സാക്ഷി. നമുക്ക് ഒരു കുറ്റം ചെയ്യുമ്പോൾ അതിൻ്റെ ശരിയും തെറ്റുമൊക്കെ വിവേചിച്ചിട്ട് കോടതി മനസ്സാക്ഷിക്കനുസരിച്ച് ഒരു തീർപ്പ് കൽപ്പിക്കും. അത് മനസ്സാക്ഷി അനുസരിച്ചാണ്. മനസ്സാക്ഷി നമ്മൾ പരസ്പരം പറയാറില്ലേ, മനസ്സാക്ഷി ഉണ്ടായിരുന്നെങ്കിൽ നീ അങ്ങനെ ചെയ്യുമായിരുന്നോ? ഒരാൾ തൻ്റെ അപ്പനെ അസഭ്യം പറഞ്ഞു. അപ്പോൾ കൂട്ടുകാരൻ അയാളോട് പറയാണ്, നീ എന്ത് മനസ്സാക്ഷിയാണ് നിനക്ക്? അത് മനസ്സിൻ്റെ ഒരു ചെറിയ പരിവർത്തനമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ വിക്രിയാണത്. ആ കോൺഷ്യസ്നെസ് അല്ല ഇത്. അതാണ് ചില വാക്കുകൾ സ്പിരിച്വാലിറ്റിയിൽ ഒരേ വാക്ക് തന്നെ വിവിധ തരത്തിലുണ്ട്. ഇത് ആത്മാവിൻ്റെ ഒരു മനസ്സാക്ഷിയുണ്ട്. നമുക്ക് യോഹന്നാൻ്റെ ലേഖനം 1-ാം ലേഖനം 3-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഇപ്രകാരം ഒരു വചനമുണ്ട്. 3-ാം അധ്യായം 1 യോഹന്നാൻ 3:21. അവിടെ ഇപ്രകാരമാണ് പറയുന്നത്, പ്രിയമുള്ളവരെ, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ല എങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ പഠിച്ചത്? നമ്മുടെ ആത്മാവ്. ആ ആത്മാവ് നമ്മളെ കുറ്റം വിധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, മനസ്സും ശരീരവും അല്ല, ആത്മാവ് എപ്പോഴാണ് ഈ കുറ്റം വിധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്? അതായത് നമ്മളോട് ആത്മാവ് നമ്മളെ കുറ്റം വിധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു തെറ്റ് ചെയ്യുവാനോ ദൈവത്തിൻ്റെ കൃപാവരത്തിൽ നിന്ന് അകന്നു പോകാനോ ശ്രമിക്കുമ്പോൾ ആ മൊമെൻറ്റിൽ തന്നെ ഒരു ഇൻസ്ട്രക്ഷൻ വരും. മനസ്സിൻ്റെ മനസ്സാക്ഷിക്ക് അത് വരില്ല. മൊമെൻറ്റിൽ വരണമെന്നില്ല. നമ്മൾ ഭേദാഭേദങ്ങളെയൊക്കെ നോക്കി അതിൻ്റെ തെറ്റും ശരിയൊക്കെ കണ്ടെത്തി അതിൻ്റെ ന്യായ കാരണങ്ങളൊക്കെ അന്വേഷിച്ച് കോടതിയിൽ ചെന്ന് കോടതി അത് ശിക്ഷയ്ക്ക് വിധിക്കുമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അതിനൊരു തീർപ്പുണ്ടാക്കുമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു തീർപ്പുണ്ടാക്കുമ്പോൾ പലവിധ കാര്യങ്ങൾ നോക്കി നമ്മുടെ ബുദ്ധിക്ക് അനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ നടത്തി ഒരു തീർപ്പുണ്ടാക്കുന്നത് മനസ്സാക്ഷി. അത് മനസ്സിൻ്റെ സാക്ഷിയാണ്. ഇത് ഹൃദയത്തിൻ്റെ സാക്ഷിയാണ്. ഹൃദയത്തിൻ്റെ സാക്ഷി. അപ്പോൾ ഈ ഹൃദയം എന്ന് പറയുന്നത് ആത്മാവാണെന്ന് നമ്മൾ പഠിച്ചു. അതായത് നമ്മുടെ ആത്മാവ്. പക്ഷേ ആ ഹൃദയത്തിന് കുറ്റം വിധിക്കാനുള്ള ശക്തി എവിടെ നിന്നാണ് കിട്ടിയത്?
പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനാണത്. അപ്പോൾ ഒരു തെറ്റ് ചെയ്യാൻ വരുമ്പോൾ ഓൺ എ മൊമെൻറ്റ് അപ്പം തന്നെ നമുക്ക് ഇത് തെറ്റാണോ ശരിയാണോ എന്നുള്ള വിവേചന ശക്തി ലഭിക്കും. പക്ഷേ അതനുസരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഗലാത്യലേഖനത്തിൽ 5:16 പറയുന്നത് ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ഇതാണ് അനുസരിച്ച് നടക്കേണ്ടത്. അത് ആത്മാവിൻ്റെ മനസാക്ഷി നമ്മളെ കുറ്റം വിധിച്ചുകൊണ്ടേയിരിക്കും. കുറ്റം വിധിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റെന്ന് മാത്രമല്ല, ശരി ഏതെന്നും തെറ്റേതെന്നും കൃത്യമായിട്ട് വഴി കാണിച്ചു തരും. അതുകൊണ്ടാണ് യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ പറയുന്നത് നീ ഇടത്തോട്ടോ വലത്തോട്ടോ എങ്ങോട്ട് പോകണം, എങ്ങോട്ട് തിരിയണം എന്നുള്ളൊരു ശബ്ദം നീ അപ്പം തന്നെ കേൾക്കും. അപ്പോൾ അത് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ഹിൻ്റാണ്. ഇത് ഈ നമ്മുടെ ഹൃദയം അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് പരിശുദ്ധാത്മാവുമായിട്ട് കണക്റ്റ് ചെയ്യപ്പെട്ട് വെച്ചിരുന്നെങ്കിൽ മാത്രമേ ഈ സംഗതി ഇതിങ്ങനെ പരിജ്ഞാനം കൊണ്ടും മനസാക്ഷി കൊണ്ടും നിറയത്തുള്ളൂ. അത് ആത്മാവിൻ്റെ മനസാക്ഷിയാണ്. കോൺഷ്യസ്നസ് ഓഫ് സ്പിരിറ്റ്. ആദ്യം പറഞ്ഞത് പരിജ്ഞാനം, അതായത് ക്രിസ്തു പരിജ്ഞാനം നമ്മുടെ ഹൃദയത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിലേക്ക് പകർന്നു വന്നുകൊണ്ടേയിരിക്കും. ആര്? ആത്മാവിൻ്റെ സെൻട്രൽ പോയിൻ്റായ പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിൽ നിന്നാണ് ഈ 3 ഗണങ്ങളും വരുന്നത്. അതിൽ 2 നമ്മൾ പറഞ്ഞു. 1 പരിജ്ഞാനം, 2 മനസാക്ഷി. അതായത് ആത്മാവിൻ്റെ മനസാക്ഷി. മനസാക്ഷി, ചില വേദപുസ്തകത്തിൽ മനസാക്ഷി നിങ്ങളെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തോട് പ്രാമുഖ്യമുണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. മനസാക്ഷി എന്ന് തന്നെയാണ്. അത് ആത്മാവിൻ്റെ മനസാക്ഷിയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ മനസ്സിൻ്റെ മനസാക്ഷി അല്ലത്. മനസ്സിൻ്റെ മനസാക്ഷി കുറ്റം വിധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ജഡീകമായ വ്യാപാരങ്ങളുണ്ടാകും. അതിൽ ദൈവികതയ്ക്ക് പൂർണ്ണമായ സാധ്യതയില്ല. എന്നാൽ ആത്മാവ് നമ്മളെ ന്യായവിധി അല്ലെങ്കിൽ അതിൻ്റെ നമ്മളെ കുറ്റം വിധിക്കുമ്പോൾ അത് നമ്മൾ ശരിയായ രീതിയിൽ അതിനെ ഉൾക്കൊണ്ടാൽ നമുക്ക് ദൈവത്തോട് പ്രാമുഖ്യമുണ്ട്. ഇനി 3ാമത്തെ ആത്മാവിൻ്റെ ഒരു സവിശേഷതയോ അല്ലെങ്കിൽ ഫാക്കൽറ്റിയോ ആണ് കമ്മ്യൂണിയൻ വിത്ത് ഹോളി ട്രിനിറ്റി എന്നുള്ളത്. നമ്മൾ വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഈ ആശീർവാദം പറയുമ്പോൾ എങ്ങനെയാണ് പറയുന്നത്? ദ ലവ് ഓഫ് ദ ഫാദർ, the grace of the Son, indwelling and communion of the Holy Spirit be with you all my brothers and sisters forever and ever എന്നാണ്. കമ്മ്യൂണിയൻ ഓഫ് ദ സ്പിരിറ്റ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ഈ സംഗതി എപ്പോഴും പരിശുദ്ധാത്മാവിൽ സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മുടെ ആത്മാവിലേക്ക്. നമ്മുടെ ആത്മാവ് അത് റിസീവ് ചെയ്യുകയും ചെയ്യും. പക്ഷേ പലപ്പോഴും നമ്മുടെ ആത്മാവിനെ റിസീവ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാര്യം ശരീരവും മനസ്സും കൂടെ ഒരു തടസ്സം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ തടസ്സത്തെ ഇല്ലാതാക്കിയില്ലെന്നുണ്ടെങ്കിൽ ഈ വ്യാപാര ശക്തി ബലപ്പെടില്ല. എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തി. കാരണം ഇടയ്ക്ക് നിൽക്കുന്ന ഈ ദേഹിക്ക്, ഹൃദയബോധ വിചാര മണ്ഡലങ്ങൾക്ക് ആത്മാവിൻ്റെ വ്യാപാരത്തെപ്പറ്റി അറിയാം. പക്ഷെ ജഡത്തിന് അത്ര അറിയത്തില്ല. ജഡത്തിന് അത് അറിയിച്ചു കൊടുക്കണം. ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ മാത്രമേ ജഡത്തിന് പതിയെ പതിയെ ഈ ബോധം വരികയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ജഡീകർ തന്നെയായിപ്പോവും. അതുകൊണ്ട് ജഡത്തെ വഴക്കി നിർത്തി ആത്മാവിലുള്ള ഈ പരിജ്ഞാനം, ആത്മാവിൻ്റെ മനസാക്ഷി, അതുപോലെ തന്നെ ശൗത്തോഫൂസോ എന്ന് പറയും, ഇൻഡ്വെല്ലിങ് ആൻഡ് കമ്മ്യൂണിയൻ. ശൗത്തോഫൂസോ എന്നാണ് സുറിയാനിൽ പറയുന്നത്. ശൗത്തോഫൂസോ കമ്മ്യൂണിയൻ. അതാണ് 24/7 സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ശരീരത്തിലേക്ക് കയറണം. അതിന് ശരീരത്തെ വഴക്കി കൊടുക്കണം. വഴക്കി കൊടുക്കണമെങ്കിൽ ഹൃദയബോധ വിചാര മണ്ഡലങ്ങൾ അതിൽ ശരീരത്തെ വഴക്കി നിർത്തുവാൻ ആ ബോധവിചാര മണ്ഡലത്തിൽ ആത്മാവിൻ്റെ ശക്തി ആദ്യം കയറണം. കാരണം ശരീരത്തിൽ കൂടിയാണ് ആദ്യം മോഹം ജനിക്കുന്നത്. മോഹം ഗർഭം ധരിച്ചാണ് പാപത്തെ പ്രസവിക്കുന്നത്. അപ്പോൾ ആദ്യം ശരീരത്തിൽ കൂടിയാണ് പ്രവേശിക്കുന്നത്. പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ കൺട്രോൾ ദേഹിക്കാണ്. ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്.
മോഹം ശരീരത്തിൽ പ്രവേശിക്കുന്നത്, മോഹം അകത്ത് പ്രവേശിക്കുന്നത് ശരീരത്തിൽ കൂടിയാണ്. ശരീരമാണ് പ്രധാന വാതിൽ. പ്രവേശിച്ച് കഴിഞ്ഞാൽ കൺട്രോൾ ദേഹിക്കാണ്. അതുകൊണ്ടാണ് ഈ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ബോധപൂർവം ചെന്ന് പെടരുത് എന്ന് പറയുന്നത്. ഇപ്പോൾ പാപകരമായൊരു സാഹചര്യത്തിൽ ചെന്ന് പെട്ടാൽ നമുക്ക് ആഗ്രഹമില്ലെങ്കിൽ നമ്മൾ അത് ചെയ്തു പോകും. വല്ലപ്പോഴും മാത്രം മദ്യം ഉപയോഗിക്കുന്ന ഒരാൾ മദ്യപാനികളുടെ കൂടെ ആയിപ്പോയി കഴിഞ്ഞാൽ സ്ഥിര മദ്യപാനിയായി പോകും. അതേത് സാഹചര്യമാണെങ്കിലും, ഏത് പാപാവസ്ഥ, ഏത് പാപമായിട്ട് അതിന് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ നന്മയുള്ള സാഹചര്യത്തിലേക്ക് നമ്മൾ ചെന്ന് പെട്ടാൽ, അതുകൊണ്ടാണ് നമ്മൾ കർത്താവിനെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അധരങ്ങളും നമ്മൾ സംസാരിക്കുന്ന ആ അറ്റ്മോസ്ഫിയറും എല്ലാം വിശുദ്ധീകരിക്കപ്പെടുമെന്ന് പറയുന്നത്. അപ്പോൾ ശരീരത്തിലാണ് ആദ്യം തുടങ്ങുന്നത്. ഹൗവ പഴത്തിന്മേൽ നോക്കി മോഹമുണ്ടായി, കഴിക്കണമെന്ന് തോന്നി, കഴിച്ചു. ആ കഴിക്കുവാൻ അവളെ പ്രേരിപ്പിച്ചതാരാണ്? മോഹം അകത്ത് കയറിയപ്പോൾ ദേഹിക്ക് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ച് കേൾക്കണം. മോഹം അകത്ത് കയറിയപ്പോൾ ദേഹിക്ക്, അതായത് ഹൃദയബോധ വിചാര മണ്ഡലങ്ങൾക്ക് 2 ഓപ്ഷനുണ്ട്. ഒന്നുകിൽ ശരീരത്തെ നിർബന്ധിച്ച് കഴിക്കാതെ ഇരിപ്പിക്കാം, അല്ലെങ്കിൽ ശരീരം പറയുന്നത് കേട്ട് കഴിക്കാം. അതായത് ഒന്നുകിൽ ജഡം പറയുന്നത് അനുസരിക്കാം. മോഹം അകത്ത് കയറിയതെങ്ങനെയാണ്? ശരീരം വാതിൽ തുറന്നു കൊടുത്തുകൊണ്ടാണ്. കയറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരീരത്തിന് പിന്നെ കൺട്രോളില്ല, പിന്നെ ദേഹിയാണ് നിയന്ത്രിക്കുന്നത്. ദേഹിക്ക് 2 സാധ്യതകളാണുള്ളത്. ഒന്നുകിൽ ജഡം പറയുന്നത് കേൾക്കാം, അല്ലെങ്കിൽ ആത്മാവിനെ അനുസരിക്കാം. ആത്മാവിനെ അനുസരിക്കത്തക്കവണ്ണം ശരീരത്തെ നിയന്ത്രിച്ച് നിർത്തണമെന്നുണ്ടെങ്കിൽ ഈ ആത്മാവിൻ്റെ ഹൃദയഭാഗത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ ആത്മാവിൻ്റെ സെൻട്രൽ പോർഷൻ ഉണ്ടായിരുന്ന പരിശുദ്ധാത്മാവിൽ നിന്ന് പരിജ്ഞാനവും കമ്മ്യൂണിയനും മനസാക്ഷിയും, സ്പിരിച്വൽ മനസാക്ഷിയും കൂടെ ദേഹിയിലേക്ക് പ്രവേശിക്കണം. അതിനായിട്ട് നമ്മുടെ ആത്മാവിനെ നവീകരിച്ചുകൊണ്ടേയിരിക്കണം. നവീകരിക്കണമെങ്കിൽ ശരീരത്തെ കൊണ്ട് വഴക്കിയിരുത്തണം. ഇതെല്ലാം പരസ്പര പൂരകങ്ങളാണ്. അപ്പോൾ ആത്മാവിൻ്റെ ഈ 3 പ്രധാനപ്പെട്ട സവിശേഷതകൾ ദേഹിയിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ, ബോധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ശരീരത്തെ ആത്മാവിൻ്റെ പരിധിക്ക് നിർത്താൻ പറ്റും. ഇല്ലെങ്കിൽ ശരീരത്തിൻ്റെ മോഹങ്ങളെ ജയിക്കുവാൻ എളുപ്പമല്ല. അതിനെ ക്രൂശിക്കണം. ക്രിസ്തുയേശുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിച്ചിരിക്കുന്നു. അങ്ങനെ ക്രൂശിച്ച് കഴിയുമ്പോഴാണ് 17-ാം വാക്യം ഇവിടെ അർത്ഥവത്താകുന്നത്. എന്താണ് 17-ാം വാക്യം? 16 കൂടെ ചേർത്ത് വായിക്കാം. എഫെസ്യ ലേഖനം 3:16. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം, അല്ലേ? അപ്പോൾ അകത്തെ മനുഷ്യനിൽ ക്രിസ്തു വസിക്കണം. ക്രിസ്തു ഞങ്ങളിൽ ഉരുവാകുവോളം ഞങ്ങൾ പ്രസവവേദനപ്പെടുന്നു എന്ന് ഗലാത്യ ലേഖനം 4:19 വാക്യത്തിൽ പറയുന്നുണ്ട്. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ. അപ്പോൾ ക്രിസ്തു ഉരുവാകുവാൻ ഈ പ്രോസസ്സിങ് നടന്നുകൊണ്ടേയിരിക്കണം. 2 കൊരിന്ത്യർ 4:16 ഈ അകത്തെ മനുഷ്യനെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. പെന്തിക്കോസ്ത് കഴിഞ്ഞതേ ഉള്ളേ. പുതുക്കം പ്രാപിക്കുന്നത് നാൾക്ക് നാളാണ്, അല്ല പെന്തിക്കോസ്തിക്ക് മാത്രമല്ല. അതുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് എവരിഡേ പെന്തിക്കോസ്തിയാണ്. നിങ്ങൾ പൗരസ്ത്യ ഓർത്തഡോക്സ് ദർശനത്തിൽ അല്ലെങ്കിൽ ആ ആരാധനയിലാണ് പെന്തിക്കോസ്തി ശുശ്രൂഷയെ സംബന്ധിച്ചിട്ടുള്ളത് എങ്കിൽ ഞാൻ ആ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പായി ജനങ്ങളെ പ്രത്യേകം പ്രബോധിപ്പിച്ചു. അതായത് പുത്രൻ്റെ നാമത്തിലുള്ള ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പായി ആ പ്രാർത്ഥനയിൽ
ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, കർത്താവെ, ഞങ്ങളെ എല്ലാ ദിവസവും നിൻ്റെ പരിശുദ്ധ റൂഹായാൽ നവീകരിക്കണമേ. ആ ഇൻട്രഡക്ടറി പ്രയറിലുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി, ആണ്ടതക്സായുള്ളവർ നോക്കിയാൽ മതി. പുത്രൻ്റെ നാമത്തിലുള്ള ശുശ്രൂഷ തുടങ്ങുന്നതിൻ്റെ ഇൻട്രഡക്ടറി പ്രയർ നോക്കണം. ഞങ്ങളെ എല്ലാ ദിവസവും, എവരി ഡേ എന്നാണ് പറഞ്ഞത്. എവരി ഡേ റിന്യൂ യുവർ സ്പിരിറ്റ് എവരി ഡേ വിത്തിൻ അസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. ഈ എഫേസ് ലേഖനത്തിൽ തന്നെ 4-ാം അധ്യായം 23-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപരായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചോളുവീൻ. ദൈവാനുരൂപരായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുവാൻ എന്തു വേണം? നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കണം. പുതുക്കം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ഈ ആത്മാവിൻ്റെ, അതായത് നമ്മുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഈ 3 ഫാക്കൽറ്റീസും വന്നുകൊണ്ടിരിക്കണം. അത് ഇനി നീട്ടുന്നില്ല, കാരണം ഇനി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി പറയാനുണ്ട്, നിങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ ജഡശരീരത്തിന് അതിൻ്റെ സെൻട്രൽ പോർഷനാണ് ആത്മാവ്. ഒരു ദേവാലയത്തിൻ്റെ പ്രധാന സ്ഥലം അതിവിശുദ്ധ സ്ഥലമായിരിക്കുന്നത് പോലെ ആ ദേവാലയത്തിൻ്റെ പ്രതീകമാണ്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതീകമാണ് ദേവാലയം. അതുകൊണ്ടാണ് ദേവാലയത്തിലും അതിവിശുദ്ധ സ്ഥലം, വിശുദ്ധ സ്ഥലം, പ്രാകാരമെന്ന് വെച്ചിരിക്കുന്നത്. അതായത് അതിവിശുദ്ധ സ്ഥലമാകുന്ന നമ്മുടെ ആത്മാവ്, ശുദ്ധസ്ഥലമാകുന്ന നമ്മുടെ ദേഹി, പ്രാകാരമാകുന്ന നമ്മുടെ ശരീരം. പ്രാകാരത്തിൻ്റെ അവിടെയാണ് വാതിൽ, അതിൽ കൂടെയാണ് മോഹത്തേക്ക് കയറുന്നത്. കയറിക്കഴിഞ്ഞാൽ പിന്നെ ദേഹിയാണ് കൺട്രോൾ ചെയ്യുന്നത്. അതാണ് നമ്മൾ പഠിച്ചത്. അതായത് മനുഷ്യൻ്റെ ജഡശരീരത്തിന് സെൻട്രൽ പോർഷനിൽ ഒരാത്മാവ് ഇരിക്കുന്ന പോലെ ആത്മാവിൻ്റെ സെൻട്രൽ പോർഷനുണ്ട്. നമ്മൾ ഈ ആറ്റം ആണ് ഏറ്റവും മൈന്യൂട്ടസ്റ്റ് പാർട്ടിക്കിൾ എന്നാണ് ഒരു കാലത്ത് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ആറ്റത്തിനെ ഡിവൈഡ് ചെയ്ത് ഇലക്ട്രോൺ, ന്യൂട്രോൺസ്, പ്രോട്ടോൺസ് ഒക്കെ ഉണ്ടായി. ഇതിൻ്റെ എല്ലാം സെൻട്രൽ പോർഷൻ, ഇത് മൈന്യൂട്ടസ്റ്റ് സംഗതി നമ്മുടെ ആത്മാവിൻ്റെ ഹൃദയഭാഗത്തിരിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. അതിൽ നിന്ന് 3 സവിശേഷതകളാണ് ഒഴുകി വരുന്നത്. 1 ക്രിസ്തു പരിജ്ഞാനം, 2 ആത്മാവിൻ്റെ മനസാക്ഷി, 3 ദൈവത്തോടുള്ള, തൃത്വത്തോടുള്ള ഇൻഡ്വെല്ലിംഗ് ആൻഡ് കമ്മ്യൂണിയൻ. ഇത് സംഭവിക്കുന്നത് പരിശുദ്ധ റൂഹായാലാണ്. ഇത്രയും കാര്യങ്ങൾ മാത്രം ഈ പ്രാർത്ഥനയിൽ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും എന്നുള്ള ഭാഗത്തിൽ ഇപ്പോൾ 3-ാമത്തെ സെഷനാണ് എടുക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആത്മീയതയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ ക്രിസ്തുവിനെയും വിശുദ്ധന്മാരെയും ആ സ്വർഗത്തിലെ കുടുംബത്തിൻ്റെയും സാധ്യത മനസ്സിലാവും. എന്നിട്ട് നമ്മൾ ആരാധിക്കുന്ന ആ കുടുംബത്തോട് ചേർന്ന് നിന്നാണ്. ഇത്തരം അഗാധമായ കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ വിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥതയും വിശുദ്ധന്മാർ ധൂപവർഗം ഏന്തിയ പൊൻകലശവുമായിട്ട് കുഞ്ഞാടിനെ ആരാധിക്കുന്നതും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന സുഗന്ധ ധൂപത്തോടുകൂടി സ്വർഗത്തിലേക്ക് കയറുന്നു എന്നുള്ള വെളിപാടിലെ ഈ വാക്യങ്ങളെല്ലാം നമ്മൾ ആരാധനയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആഴത്തിലുള്ള പരിജ്ഞാനങ്ങളും നമുക്ക് വെളിപ്പെട്ട് വരികയുള്ളൂ. ദൈവനാമം മഹത്വപ്പെടട്ടെ.